ആറാമത്തത് കാലസൂത്രം. അച്ഛനമ്മമാരെയും ബ്രാഹ്മണരെയും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രാഹ്മണരെയും ദ്രോഹിക്കുന്നവർ കാലസൂത്രം എന്ന നരകത്തിൽ ചെന്ന് വീഴും. അപ്പൊ ബ്രാഹ്മണനെ ദ്രോഹിക്കാൻ പാടില്ല. അച്ഛനമ്മമാരുടെ കാര്യം നമുക്ക് മനസ്സിലാകും. അച്ഛനമ്മമാരെ ദ്രോഹിക്കരുത്. അച്ഛനമ്മമാരെ എന്നല്ല, ഒരു മനുഷ്യരെയും ദ്രോഹിക്കരുത്, അതാണ് പറയേണ്ടത്. ഒരാളെയും ദ്രോഹിക്കരുത്. പക്ഷെ അതല്ല പറയുന്നത്. അച്ഛനമ്മമാരെ ദ്രോഹിക്കരുത്, പിന്നെ പുറത്ത് ബ്രാഹ്മണരെ ദ്രോഹിക്കരുത്. ബ്രാഹ്മണർ ഒഴികെ മറ്റുള്ളവരൊക്കെ ദ്രോഹിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ഈ അച്ഛനമ്മമാരെയും ബ്രാഹ്മണരെയും ദ്രോഹിക്കുന്നവരാണ് കാലസൂത്രം എന്ന നരകത്തിൽ ചെന്ന് വീഴുന്നത്. 10,000 യോജന വിസ്താരമുള്ളതാണ് ഈ കാലസൂത്രം എന്ന നരകം. ഈ യോജന എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രധാനമന്ത്രി ആവാസ് യോജന. അപ്പൊ അതുപോലെയുള്ള എന്തെങ്കിലും പദ്ധതിയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഹർഷഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു അളവ്, നീളത്തിനെ അളക്കാൻ, നീള അളവാണ് യോജന എന്ന് പറയുന്നത്. ഏകദേശം 9 മൈൽ അല്ലെങ്കിൽ 13 കിലോമീറ്റർ